അങ്ങനൊന്നും ഇല്ലല്ലോ. നിന്റെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ചാണ് നീ കണ്ടത്? കണ്ടാ നീ കൊണ്ട് കണ്ടത് നീ ശരിക്കും ആസ്വദിക്കണം. എന്നെ അമ്മച്ചി മറ്റവളെന്നൊക്കെ വിളിച്ചാൽ ഞാൻ തള്ളച്ചിന്ന് വിളിച്ചാണ് എത്ര വലിയ തെറ്റ്. വേൽസീർ ലക്ഷ്മേലാണോ? എന്നെ ഇതുവരെയായിട്ട് വിളിച്ചിട്ട് ലക്ഷ്മേൽ വിളിച്ചാൽ ഞാൻ ആലോചിക്കാം. അല്ലേടി വിളിച്ചാലേ ഞാൻ ആലോചിക്കാം എസ്മയിൽ അഭിനയിക്കണോ വേണ്ടയോന്ന്. രേണു സുധി കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പാന്ന് തോന്നുന്നു ഒരു ലൈവിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തോന്നൊക്കെ അതിനകത്ത് വിളിച്ച് പറയുന്നത്. അത് ഈ പറയുന്ന കൊച്ചിനെ മുൻനിർത്തി സംസാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. ആ കൊച്ചിനെ മുൻനിർത്തി ഇങ്ങനെ ഓരോ തെറികളൊക്കെ സംസാരിക്കണം. അവൻ വളർന്നു വരുമല്ലേ. ജൂനിയർ സുധി എന്നൊക്കെ കിടന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നാളെ ആ ജൂനിയർ സുധി എന്തെങ്കിലും ആൾക്കാരെ മോശമായിട്ട് സംസാരിക്കുമോ, ഒരുപാട് ലൈവിൽ വന്നിട്ട് തെറി വിളിക്കുകയോ ചെയ്താന്ന് ആലോചിച്ച് നോക്കുക. വീട്ടുകാർ വളർത്തുന്ന പോലെ ഇരിക്കും പിള്ളേരുടെ രീതിയും സംസാരമൊക്കെ. ഇപ്പോൾ വേറെ 2 ലൈഫും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവരെ കാണുമ്പോൾ എല്ലാവരും ചൊറിഞ്ഞുകൊണ്ട് ചെല്ലുന്നുമുണ്ട്. അതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും എനിക്കില്ല. ഇങ്ങനെ ലൈവ് വന്നിട്ട് തെറി വിളിക്കുക, അതിന് തിരിച്ചു പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും. പരമാവധി നിങ്ങൾ ലൈവ് വരാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, എന്തായാലും നമുക്ക് എസ്മ സീരീസിനെ കുറിച്ചൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ഇവരൊക്കെ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കണം. മുമ്പ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരൊക്കെ എന്താ സബ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക. എന്തായാലും ഒന്ന് ലൈക്ക്. എന്നെ അമ്മച്ചി മറ്റവളെന്നൊക്കെ വിളിച്ചാൽ ഞാൻ തള്ളച്ചിന്ന് വിളിച്ചാണ് എത്ര വലിയ തെറ്റ്. വേൽസീർ ലക്ഷ്മേലാണോ? എന്നെ ഇതുവരെയായിട്ട് വിളിച്ചിട്ട് ലക്ഷ്മേൽ വിളിച്ചാൽ ഞാൻ ആലോചിക്കാം. അല്ലേടി വിളിച്ചാലേ ഞാൻ ആലോചിക്കാം എസ്മയിൽ അഭിനയിക്കണോ വേണ്ടയോന്ന്. എസ്മ അറിയാവോ? പറഞ്ഞുതരാം. ദാസേട്ടനല്ലേ ഓപ്പോസിറ്റ് സൈഡ്. ഇതെൻ്റെ ചേച്ചിയാ. ദാസേട്ടനുണ്ടെങ്കിൽ ഞാൻ ദാസേട്ടനെ കാണിക്കുന്നതിന് എന്നെ കുഴപ്പം. ഇതാണ് എൻ്റെ ചേച്ചി. അല്ല എൻ്റെ ലൈവൊക്കെ അങ്ങ് എടുത്തിട്ട് എന്നെ പോലീസ് പിടിച്ചു. അരുണേ ഹായ്, എൻ്റെ ഞാനാണ്. താങ്ക് യു. എന്നെ പോലീസ് പിടിച്ചെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങ് വാർത്ത അങ്ങ് ഇറക്കുക. താങ്ക് യു. പല്ലിൻ്റെ 2 സൈഡ് ഒടിച്ചിരിക്കുന്നതാണ് അധികം ചിരിക്കാത്ത. അല്ല, കുറേ കേസ് പോലീസുകാർ പിടിച്ചെന്നുള്ള വാർത്ത ഞാനിപ്പോൾ കേട്ടിട്ട് എന്നെ എല്ലാവരും വിളിച്ചു നോക്കുക. അശ്വതി ഓക്കെ, ചേച്ചിയുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ഈ ലൈവിൽ വന്നിട്ട് ഈ സംസാരിക്കുന്നത് നിങ്ങളുടെ വില പോകത്തേ ഉള്ളൂ. ഇതൊരു മാസമാണെന്ന് കരുതൊന്നും ചെയ്യരുത്. നിങ്ങളെ ഒന്നുമില്ലാതെ കടന്ന സമയത്ത് ഈ ജനങ്ങൾ തന്നെ പൊക്കിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തത്. പിന്നെ നിങ്ങൾ ഓരോ വട്ടം ഓരോ വിവരക്കേട് വിളിച്ച് പറയുന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം നേരിടേണ്ടി വന്നത്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. അത് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും ഇവരെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഇവരെ വെറുക്കുന്നവർക്കാണെങ്കിലും കറക്റ്റ് കാര്യങ്ങൾ അറിയാം. എന്തെവിടെ പറയണമെന്ന് ഒരു ഇതുമില്ല. കൊല്ലം സുധി മരിച്ച സമയത്ത് അറിയാം, ഒരാഴ്ച കഴിയുമ്പോഴും ഇവരുടെ നടത്തത്തിലാണെങ്കിൽ പോലും ഇവർക്കൊരു എന്താ പറയുക, തീരെ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആ സമയത്തൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അവർക്കെല്ലാവർക്കും ഒരു തിരിച്ചടി കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ ലക്ഷ്മി നക്ഷത്ര ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിലാണ് ലക്ഷ്മി നക്ഷത്രയുടെ ഈ പറയുന്ന യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾ ഇന്നലെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, കണ്ട് 1 മണിക്കൂറിലും കണ്ട് കുറച്ച് വ്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന രേണുസുധിയുടെ ഒരു വീഡിയോസോ കാര്യങ്ങളൊക്കെ അവരുടെ ഇത് ഇൻസ്റ്റയിലോ അവിടെ എടുക്കുകയാണെങ്കിൽ മില്യൺ കണക്കിന് വ്യൂസ് ആണ്. ഇപ്പം എനിക്കൊന്നും അവരെക്കാളും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന രേണു. പക്ഷേ എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇവരെ വെച്ച് മുതലാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ചേച്ചി ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്യും. സന്തോഷമേ ഉള്ളൂ. നമ്മൾക്ക് വേണമെങ്കിൽ ചാനൽ വെച്ച് വേണമെങ്കിൽ പിൻ ചെയ്യാം. ആൾക്കാർ പോയി സബ് ചെയ്യുക, അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നല്ല രീതിയിൽ ബ്ലോഗ് ഇടുകയാണെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് ആരെയും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ഷോർട്ട് ഫിലിം ഇതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇതാണ് ചേച്ചിയുടെ വേറൊരു ലൈവ് ഉണ്ട്, അതുകൊണ്ടൊന്ന് വെച്ചുതരാം. അങ്ങനൊന്നും ഇല്ലല്ലോ. നിന്റെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ചാണ് നീ കണ്ടത്? കണ്ടാ നീ കൊണ്ട് കണ്ടത് നീ ശരിക്കും ആസ്വദിക്കണം. നീ എന്റെ കണ്ടിട്ടുണ്ടോ? നിന്നെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ ഇനി കാണാൻ വേണ്ടിട്ട്. അല്ല, അവനും കണ്ട ആസ്വദിച്ചല്ലേ. അത് മതി. നീ ആസ്വദിച്ചല്ലോ, അത് കണ്ടല്ലോ. നിനക്ക് തൃപ്തിയായല്ലോ. നീ അവിടെ ഇരുന്നു. ഇത് പറഞ്ഞെടുക്കാം. ഐഡി എടുത്തിട്ടേ
എടാ നിന്റെ 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 സ്വഭാവമാണ് പട്ടിക്കൊണ്ടാക്കുന്നത്, എന്റെ സ്വഭാവം അല്ലടാ കേട്ടല്ലോ. എനിക്ക് തറ തീരുമാനം അതാണ്. ഈ തറകളെ തറയായിട്ടിരിക്കുന്നതാണ് അങ്ങനെ സംശയം. പട്ടിക്കൊണ്ടാക്കുന്നവൻ, ഞാൻ പട്ടിക്കൊണ്ടാക്കുന്നവനാണല്ലേടാ. നിന്റെ സംസ്കാരമില്ല, നീയാണോ അത് ചെയ്യുന്നത്? തെറ്റ്. എടാ പല്ല് കൊണ്ട് പൊട്ടിയാലും പൊട്ടിയില്ലൊരു എന്റെ ഇഷ്ടമല്ല. എന്റെ പല്ലിന് എന്നാടാ കുഴപ്പം? എന്റെ പല്ല് നീയൊക്കെ കാണുന്ന പല്ലല്ലടാ എന്റെ പല്ല്. നീ എന്തിനാണ് നിന്റെ വീട്ടിലിരിക്കുന്നവരുടെ പല്ലേ പോയി നീ നോക്കണം. അത്രേ ഉള്ളൂ. നിന്റെ വീട്ടിലിരിക്കുന്നവരുടെ പല്ലിൽ പോയി നോക്കണം. നീ എന്തിനാ കണ്ട പിള്ളേരുടെ ഒന്നും പല്ലേ നോക്കാൻ വരുന്നത്? അത്രേ ഉള്ളൂ. പല്ല് നോക്കാൻ വരും. നിനക്കൊക്കെ വല്ലാത്ത രോഗമാണല്ലോ. എന്തായാലും ചോദ്യം പറയാനും ഇല്ല ഓർത്തിട്ടാ. ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ, മനസ്സിലായാ? നിനക്കൊക്കെ തോന്നിവാസം പറയാനുള്ളതല്ല കേട്ടാ ഈ കൊച്ച്. ആ ഈ ഒരു ലൈവിൽ വരുമ്പം ആൾക്കാർ ഇവിടെ ചൊറിയാൻ പോകുന്നുണ്ട്. ഇവർ തിരിച്ചും നല്ല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു സ്റ്റാർ വാല്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ. സോറി, ഞാനിങ്ങനെ പറയുന്നെങ്കിലും ചിലപ്പോൾ ചില ആൾക്കാർക്ക് പിടിക്കത്തില്ല. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, എൻ്റെ ചേച്ചി കൊല്ലം സുധിയുടെ പേര് കളഞ്ഞു കുടിക്കില്ലേ. മഹത്തായ വ്യക്തിനെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് അത്ര വലിയ മഹത്തായ വ്യക്തിയായിട്ടൊന്നും പുള്ളി തോന്നിയിട്ടൊന്നുമില്ല. ഈ പറയുന്ന സ്റ്റാർ മാജിക്ക് വന്നുള്ളൊരു ഇത് മാത്രം. അതിൻ്റെ അപ്പുറമൊന്നും ഞാൻ കൂടുതലൊന്നും അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നൊന്നുമില്ല. ഈ ലൈവിൽ വരുമ്പോൾ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയും, ഇവർ തിരിച്ച് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും പറയേണ്ടി വരും. അത് വേറെ കാര്യങ്ങൾ. പിന്നെ ചേച്ചി തന്നെ ഓരോ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ പറയുന്ന ഈ ഇടയ്ക്ക് ഞാൻ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, ഏതോ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഒരു ഡോക്ടറുമായിട്ടുള്ള, ഒരു ആയുർവേദ ഡോക്ടറായിട്ടുള്ള ഉണ്ടായിരുന്നു. അത് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ മാർക്കൊക്കെ കൂട്ടിയിട്ട് മഴവിൽ കേരളത്തിൻ്റെയോ ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് എടുത്ത് കൊടുത്തു, എന്തിനാ വ്യൂ കിട്ടാൻ വേണ്ടി. ഇവർ തന്നെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് ഇവരെ സത്യം പറഞ്ഞാൽ മണ്ടരാക്കുകയാണ്. പൊട്ടി അവർക്ക് ABCD അറിയത്തില്ല. അതുകൊണ്ട് ഇവരെ ശരിക്കും മുതലാക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പെട്ട് ആൾക്കാരുടെ നിന്നുള്ള മോശം പേര് മൊത്തം ഒരു വാങ്ങിച്ചു കൂടി, നല്ല രീതിയിൽ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ലൈവിൽ വന്നിട്ട് പറയുമ്പം ഒന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കി ചില കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇങ്ങനെ വന്ന് തെളിവിറക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവർ കാണിച്ചു കൂട്ടുന്നത് ഓരോ രീതികളൊക്കെ കാണുമ്പോൾ ചില ആൾക്കാരങ്ങ് വെറുതെ, ഇവർ കാരണം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇവരെ വെറുത്തു പോകുന്നത്. ഓക്കെ, ഞാനെന്തായാലും ഇവരെ വിളിപ്പിക്കാനൊന്നും പറയുന്നില്ല. എനിക്കിപ്പോഴും വന്ന് ശരിക്കും വെറുപ്പായിട്ടുണ്ട്. ഒരു ചേച്ചിയുടെ കമന്റ് ഞാൻ വായിച്ചു തരാം. നിനക്ക് സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വന്ന് കുരയ്ക്കത്തില്ലടി. നീ നോക്ക്, നിന്നെ എല്ലാ വീഡിയോയിലും സപ്പോർട്ട് ചെയ്തതാണ്. ഇത് നിന്റെ കഷ്ടകാലത്തിന്റെ തുടക്കം. മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ. നിന്നെപ്പോലെ ബോധമില്ലാത്തവരാണ് ഇങ്ങനെ മോശം കമന്റ് ഇടുന്നത്. അത്രയും വിവരം പോലും നിനക്കില്ലെന്ന് മനസ്സിലായി. ആ കുഞ്ഞിന് എന്ത് നാണക്കേടാണ്. മൂത്ത മോൻ്റെ കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇളയ മോൻ്റെ മുൻനിർത്തിക്കൊണ്ടാണ് തെറിവിളിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര നാണക്കേടാണ്. ഇത്രയും ഈ പറയുന്ന കൊല്ലം സുധി എന്ന് പറയുന്ന വലിയ കലാകാരൻ എന്ന് 100 വട്ടം എടുത്ത് പറയുമല്ലോ, അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ആ ഒരു പേരിൻ്റെ ബലത്തിലാണ്. പിന്നെ ഇവരൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും 7 വർഷത്തേക്ക് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. സുധിച്ചേട്ടൻ്റെ പേരും പറഞ്ഞുള്ള റീച്ചും ഉണ്ടാക്കി അത്യാവശ്യം സമ്പാദിക്കേണ്ടതൊക്കെ സമ്പാദിക്കുകയും ചെയ്യാം, പിന്നീട് കല്യാണം ആവാമല്ലോ, കുഴപ്പമില്ല എന്നുള്ള രീതി. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞു, രേണു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ബ്രോ അങ്ങനെ ചെയ്യാതിരിക്കുക, അവർ പാവമാണ്, അവർ അങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇതറിഞ്ഞപ്പം നല്ല രീതിയിൽ ഒന്ന് അന്വേഷിച്ചാൽ കൊള്ളാമെന്ന് പറയുക. നമ്മൾ അന്വേഷിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും കൂടെ നമുക്ക് വിളിച്ച് പറയാനും പറ്റത്തില്ല. ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം, ഈ എല്ലാം വെറുതെ ഒരു ഷോ ഓഫ് മാത്രമാണ്. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം. ഈ ലൈവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കഴിഞ്ഞൊരു ലൈവ് സ്വന്തം മോനെ മുന്നിറക്കിയ കൊച്ചിനെ പൗരത്തെറി വിളിച്ചത്, അവർക്ക് എന്തെവിടെ പറയണമെന്ന് അറിയത്തില്ല. ഓക്കെ, ഇതിൻ്റെ ഇപ്പം ഞാൻ രണ്ടാമത് വെച്ച ലൈവ് അവരെ ബോഡി ഷേമിങ് ചെയ്യുന്ന പോലെയൊക്കെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അതിൻ്റെ മറുപടി അവർ കൊടുക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ.